ഒറ്റശേഖരം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ രാജലക്ഷ്മി ആണെങ്കിൽ മീനാക്ഷിയെ ക്ഷേത്രത്തിൽ വെച്ച് കാണുമ്പോൾ തന്നെ ഒത്തിരി ഇഷ്ടപ്പെടുന്നു. അവരാണെങ്കിൽ ബ്രോക്കർ ദാസിനോട് പറയുന്നുണ്ട്, ഇനി തൻ്റെ മുൻ വിഷ്ണുവിന് വേണ്ടി മറ്റൊരു പെണ്ണ് വേണ്ട, എന്തായാലും ഈ കല്യാണം നടക്കും, കുഞ്ഞൊന്നും ഒരു തടസ്സമല്ലെന്നൊക്കെ പറയുമ്പോൾ, എങ്കിൽ പിന്നെ ഞാൻ തുളസിയേട്ടനോട് കാര്യം പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുന്നു. താൻ എന്തായാലും വീട്ടിലേക്ക് വാ, എന്നിട്ട് സംസാരിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ രാജലക്ഷ്മി ആണെങ്കിൽ വിഷ്ണുവിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. വിഷ്ണുവുമായിട്ട് ചർച്ച ചെയ്യുന്നു. ആ പെൺകുട്ടിയെ ഞാൻ കണ്ടു, ഉറപ്പായിട്ടും നിനക്ക് ഇഷ്ടപ്പെടും, ഈ ദാസപ്പനാണ് എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നത്, എന്തായാലും നമുക്കൊന്ന് അവിടം വരെ പോകാം, ഒരു കൊച്ചുണ്ട്, ഓരോ കഥകൾ പറയുന്നുണ്ട്, എത്രത്തോളം സത്യമാണെന്നുള്ള കാര്യം നമുക്ക് അവിടെ ചെന്നിട്ട് അറിയാം. പെൺകുട്ടി കാണാൻ കൊള്ളാവുന്ന തറവാടിത്തമുള്ള കൂട്ടത്തിലാണ്, മാത്രമല്ല നല്ല മനസ്സുമാണ്, അതിനെ നേരിട്ട് കണ്ടതാണ് എന്നൊക്കെ രാജലക്ഷ്മി പറയുന്നു. എന്നാൽ പിന്നെ കണ്ടേക്കാം എന്നിങ്ങനെ വിഷ്ണുവും തീരുമാനിക്കുന്നു. അങ്ങനെ ദാസപ്പനോട് തുളസിയെ വിവരം അറിയിക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ ദാസൻ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്, തുളസിയെ വിവരം അറിയിക്കുന്നു. തുളസിയാണെങ്കിൽ അക്കാര്യം വീട്ടിൽ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യം പറയുന്നത് പ്രസന്നയോടാണ്. മീനാക്ഷിയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അവൾ ആകെ പേടിച്ചു പോകുന്നു. കുഞ്ഞിനെ വിട്ടിട്ടൊരു ജീവിതം, അത് മീനാക്ഷിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കല്യാണം കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കല്ലുമാളുമായിട്ട് പിരിയേണ്ടി വരുമെന്ന് അവൾ ചിന്തിക്കുന്നു. കരയുകയാണ് ചെയ്യുന്നത്. പിന്നീട് മീനാക്ഷി എണ്ണും കൽപ്പിച്ച് എല്ലാത്തിനും തയ്യാറെടുക്കുകയാണ്. അങ്ങനെ തുളസിയും പറയുന്ന, ഈ കുഞ്ഞിനെയും വെച്ചിട്ട് ഇവിടെ അങ്ങനെ ഇരുന്നാൽ പോരാ, നിനക്കൊരു ജീവിതമുണ്ട്, മര്യാദയ്ക്ക് മറ്റാരുടെയെങ്കിലും ജീവിതത്തിലേക്ക് കടന്നു പോകുന്നതായിരിക്കും നല്ലത്, അല്ലാതെ ഈ കുഞ്ഞെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കരുത്, നിനക്ക് ഒരു ഭാവിയുണ്ട്, നല്ലൊരു ചെറുപ്പക്കാരൻ നിനക്ക് വേണ്ടി അച്ഛനും അമ്മയായിട്ടുള്ള ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്, അടുത്ത ദിവസം തന്നെ പെണ്ണ് കാണാനായിട്ട് വരുമെന്ന് പറയുന്നു. മീനാക്ഷി പറയുന്നുണ്ട്, ഞാനൊരു പെൺകുഞ്ഞിൻ്റെ അമ്മയാണ്, ഒരിക്കലും എനിക്ക് ഇവിടെ വിട്ടിട്ട് പോകാനായിട്ട് കഴിയില്ല എന്നൊക്കെ. ഇതേ തന്നിഷ്ടം ഇത് നടക്കില്ല എന്നൊക്കെ തുളസിയും പ്രസന്നയും പറയുന്നുണ്ട്. എന്തായാലും വിഷ്ണു പെണ്ണ് കാണാനായിട്ട് മീനാക്ഷിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. മീനാക്ഷിയുമായിട്ടുള്ള കല്യാണത്തിന് വിഷ്ണു ആണെങ്കിൽ 100 വട്ടം സമ്മതിക്കുകയാണ്. കാരണം മീനാക്ഷിയെ ഒറ്റ നോക്കിൽ തന്നെ വിഷ്ണുവിന് ഒത്തിരി ഇഷ്ടപ്പെടുന്നു. അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക്.